വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം. രാജ്യത്ത് അവശ്യമരുന്നുകളുടെ വില കൂട്ടാൻ തീരുമാനം. നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയുടേതാണ് തീരുമാനം. 10% വിലയാണ് വർദ്ധിക്കുന്നത്. പാരസെറ്റമോൾ അടക്കം 800 മരുന്നുകളുടെ വില കൂടും. പനി, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾക്കാണ് വില കൂടുക. ഏപ്രിൽ 1 മുതൽ വില വർധനവ് പ്രാബല്യത്തിൽ വരും. രാജ്യത്ത് അവശ്യമരുന്നുകളുടെ വില വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയുടേതാണ് തീരുമാനം. 10% വിലയാണ് വർദ്ധിപ്പിക്കുക. അതായത് 100 രൂപ നൽകേണ്ട മരുന്നിന് ഇനി മുതൽ 110 രൂപയിലധികം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. പാരസെറ്റമോൾ പോലെ കൂടുതലായി ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് അടക്കം വില വർദ്ധിക്കുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. ഇത്തരത്തിൽ 800 മരുന്നുകളുടെ വില കൂട്ടുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏപ്രിൽ 1 മുതൽ പുതുക്കിയ വില നിലവിൽ വരുന്നു. അതോടെ ചില്ലറ വിൽപ്പനയിലും ഈ വില വർധനവ് ബാധകമാകുന്നു. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് നേരിട്ട് വില വർധനവ് ബാധകമാകും. സിൽവർ ലൈനും സമരങ്ങളും. സിൽവർ ലൈൻ പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി. 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ആവശ്യമാണ്. പദ്ധതിക്ക് കേരളം സമർപ്പിച്ച DPR അപൂർണമാണ്. വിദേശ വായ്പയുടെ കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക സാങ്കേതിക വശങ്ങൾ പരിശോധിക്കണമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്കായി കേരയിൽ കല്ലിടൽ നടപടികൾ പുനരാരംഭിച്ചു. കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. ഉദ്യോഗസ്ഥർ നാട്ടിയ കല്ലുകൾ നാട്ടുകാർ പിഴുതെറിഞ്ഞു. പ്രതിഷേധം കനത്തപ്പോൾ ഉച്ചയോടെ സർവേ നടപടികൾ നിർത്തിവെച്ചു. അപ്രതീക്ഷിതമായാണ് കോട്ടയം കുഴിയാലിപ്പടിയിൽ കേരയിൽ കല്ലിടാൻ ഉദ്യോഗസ്ഥരെത്തിയത്. വൻ പോലീസ് സന്നാഹത്തിലായിരുന്നു നടപടികൾ. 12 കല്ലുകൾ ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചു. അപ്പോഴേക്കും നാട്ടുകാർ സംഘടിച്ചെത്തി. ഇതോടെ സംഘർഷമായി. 12 കല്ലുകളും നാട്ടുകാർ പിഴുതെടുത്തു. ഒരെണ്ണം മീനച്ചിലാറ്റിലെറിഞ്ഞു. മറ്റൊന്ന് പെരുമ്പായിക്കാട് വില്ലേജ് ഓഫീസ് വളപ്പിൽ സ്ഥാപിച്ചു. നാട്ടുകാർ സ്ഥാപിച്ച കല്ല് പോലീസ് പിഴുതുമാറ്റി. എറണാകുളം, പിറവം അടക്കമുള്ള സ്ഥലങ്ങളിൽ കല്ലിടുമെന്നായിരുന്നു ആദ്യ സൂചന. ഇതനുസരിച്ച് നാട്ടുകാർ ഈ പ്രദേശങ്ങളിൽ സംഘടിച്ചു. എന്നാൽ ഇവരുടെ കണ്ണുവെട്ടിച്ച് തിരുവാണിയൂർ മാമലയിലെത്തിയ ഉദ്യോഗസ്ഥർ ഏരിയൽ സർവേ തുടങ്ങി. ഇതറിഞ്ഞ് നാട്ടുകാർ ഓടിയെത്തിയതോടെ സംഘർഷമായി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും മാമലയിലെത്തി. പ്രതിഷേധം ശക്തമായതോടെ കല്ലിടൽ നടപടികൾ നിർത്തിവെച്ചു. ഇതൊക്കെ പ്രതിരോധിക്കാനും ഇതില്ലായ്മ ചെയ്യാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നുകൂടി വരും ദിവസങ്ങളിൽ ഈ ഗവൺമെന്റ് കാണാൻ പോകുന്നുള്ളൂ. ഈ ഗവൺമെന്റിന്റെ അന്ത്യമായിരിക്കും കാണാൻ പോകുന്നത്. ഉദ്യോഗസ്ഥർ തിരിച്ചു പോകാൻ തയ്യാറാകാതെ വന്നതോടെ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാപിച്ച 5 അതിരടയാളക്കല്ലുകൾ പിഴുതെറിയുകയും ചെയ്തു. പ്രതിഷേധക്കാരുടെ കണ്ണുവെട്ടിച്ച് കല്ലിടാനായിരുന്നു ഉദ്യോഗസ്ഥരുടെ നീക്കം. എന്നാൽ പിഴുതെടുത്ത കല്ലുകൾ തോട്ടിലെറിഞ്ഞാണ് സമരക്കാർ പ്രതികരിച്ചത്. കോട്ടയത്തു നിന്നും ജി ശ്രീത്തിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18 കൊച്ചി. റെയിലിനെതിരെ കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക കല്ലിടൽ പ്രതിഷേധ സമരം നടത്തവെയാണ് സംഘർഷമുണ്ടായത്.
സിൽവർ ലൈനിനായുള്ള കല്ലിടൽ സംബന്ധിച്ച സർക്കാർ വകുപ്പുകൾക്കിടയിൽ ആശയക്കുഴപ്പം. കല്ലിടാനുള്ള തീരുമാനത്തിന് പിന്നിൽ റവന്യൂ വകുപ്പ് അല്ലെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. കെ-റെയിലിന്റെ നിർദ്ദേശപ്രകാരമല്ല കല്ലിടുന്നതെന്ന മാധ്യമ വാർത്തകൾ നിഷേധിച്ച് കെ-റെയിൽ കോർപ്പറേഷനും രംഗത്തെത്തി. കല്ലിടുന്നത് ആരാണെന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പരിഹാസം. സാമൂഹികാഘാത പഠനത്തിനായുള്ള കല്ലിടലിനെതിരെ കേരളമെങ്ങും പ്രക്ഷോഭം പടരുകയാണ്. കല്ലിടാനുള്ള തീരുമാനത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന തരത്തിലുള്ള കെ-റെയിൽ കേന്ദ്രങ്ങൾ നടത്തിയ പ്രചരണമാണ് പുതിയ വിവാദം. ഇതോടെ കല്ലിടലിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം റവന്യൂ വകുപ്പിനായെന്നാണ് ആരോപണം. എന്നാൽ റവന്യൂ മന്ത്രി ഇത് തള്ളി. റവന്യൂ വകുപ്പിനെ പഴിചാരുന്ന കെ-റെയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രിയുടെ കടുത്ത വിമർശനം. റിക്വസിഷനിങ് ഏജൻസി പറയുന്നതനുസരിച്ച് അവർക്കാവശ്യമായ ഉദ്യോഗസ്ഥരെ റവന്യൂ വകുപ്പ് നൽകുകയും അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുകയാണ് ചെയ്യുന്നത്. ഇതാണ് കേരളത്തിന്റെ നിലവിലുള്ള നിയമം. അത് ബന്ധപ്പെട്ട ആളുകൾക്കറിയാം. കെ-റെയിലിന്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള ഒരു അഭിപ്രായം പറയും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ നിലവാരത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അതിന് മറുപടി കൊടുക്കും. പിന്നാലെ വിശദീകരണവുമായി കെ-റെയിൽ അധികൃതരും രംഗത്തു വന്നു. കല്ലിടുന്നതിന്റെ ഉത്തരവാദിത്തം തങ്ങൾ ഒഴിഞ്ഞിട്ടില്ലെന്നാണ് വിശദീകരണം. മാധ്യമ വാർത്തകൾ നിഷേധിച്ചു. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് സർക്കാർ കേന്ദ്രങ്ങളിൽ തുടരുന്ന ആശയക്കുഴപ്പം പ്രതിപക്ഷവും ആയുധമാക്കുകയാണ്. മുഴുവൻ ആശയക്കുഴപ്പവും ദുരൂഹതയും നിറഞ്ഞ ഒരു പദ്ധതിയായി മാറിയിരിക്കുകയാണ്. വകുപ്പുകൾ തമ്മിൽ കോർഡിനേഷൻ ഇല്ല, മന്ത്രിമാർ തമ്മിൽ കോർഡിനേഷൻ ഇല്ല, മുഖ്യമന്ത്രിയും റെയിൽ കോർപ്പറേഷനും തമ്മിൽ കോർഡിനേഷൻ ഇല്ല. സാമൂഹികാഘാത പഠനത്തിനായി കല്ലിടേണ്ടതില്ലെന്ന വാദം ഉയരുന്നുണ്ട്. സർക്കാർ ഏറെ പഴി കേൾക്കുന്ന നീക്കത്തിൽ ആശയക്കുഴപ്പം വ്യക്തമാണ്. ഭരണമുന്നണിയിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം സർക്കാർ തലത്തിലെത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് മുന്നണി നേതൃത്വം. ന്യൂസ് 18 തിരുവനന്തപുരം. ദേശീയപാതാ വികസനത്തിൽ ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറിയതുപോലെ സിൽവർ ലൈൻ വിഷയത്തിലും ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഒരു ചെറിയ വിഭാഗത്തിന് ഇടയിലാണ് തെറ്റിദ്ധാരണയുള്ളത്. റവന്യൂ മന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ച് അറിയില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇല്ല, അങ്ങനത്തെ ഒരു ഐക്യത്തില്ലാത്ത പ്രശ്നം ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവും തോന്നുന്നില്ല. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ റവന്യൂ വകുപ്പ് മന്ത്രിയൊക്കെ ഞങ്ങളൊക്കെ ഒരു ടീമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോയിട്ടിരിക്കുന്നു. നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഐക്യമില്ലാത്ത പ്രശ്നം തീരെയില്ല. അല്ല, ഒരു മന്ത്രിസഭ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യവും ചർച്ച ചെയ്യുമല്ലോ. എല്ലാ നിലയിലും ചർച്ച ചെയ്ത് നല്ല യോജിപ്പോടുകൂടി ഒരു മനസ്സും ഒരു ശരീരമായിട്ടുമാണ് കേരളത്തിലെ മന്ത്രിസഭ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ തോന്നുക, മുമ്പ് അങ്ങനെയൊന്നും അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയെന്ന് വരും. അതിനിപ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, തോന്നേണ്ടവർക്ക് തോന്നട്ടെ. സിൽവർ ലൈൻ പദ്ധതിയെ തകർക്കാൻ ഗൂഢശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ. BJPയും കോൺഗ്രസും ചേർന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പ്രാഥമിക സർവേ ആണ് നടക്കുന്നതെന്നും ഇതുമായി സഹകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മഹാന്മാർ പറഞ്ഞാൽ സർക്കാർ മാനിക്കുമെന്നായിരുന്നു സജി ചെറിയാന്റെ മറുപടി. ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു ബാങ്കിൽ ഒരു പ്രശ്നമില്ല. ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ പഠനത്തിന് വേണ്ടി ഒന്ന് സൗകര്യം ഉണ്ടാക്കി തരാനായിട്ട് നിങ്ങൾ ആവശ്യമായ പ്രവർത്തനം നടത്തും. BJPയും കോൺഗ്രസും ഇവിടുത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള സംഘടനകളും ഒന്നിച്ച് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താനും തകർക്കാനും കഴിയുമെന്നുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ പ്രശ്നം അല്ല, അതൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. അവർക്കാർക്കും പ്രശ്നമില്ല. അതൊക്കെ അവരുടെ വികാരങ്ങളാണ് പറയുന്നത്. അല്ലെ, അതെ, അത് ഗവൺമെന്റിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. അത്ര ആളുകൾ മഹാന്മാരായ വ്യക്തിത്വങ്ങൾ പറയുമ്പോൾ ഞങ്ങളത് മാനിക്കും, അത് കേൾക്കും. സിൽവർ ലൈനിന് പ്രധാനമന്ത്രി അനുകൂലമാണെന്ന പ്രചാരണം തെറ്റെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അങ്ങനെ അഭിപ്രായം ഇല്ല. റെയിൽവേ മന്ത്രിയിലൂടെ കേട്ടത് പ്രധാനമന്ത്രിയുടെ ശബ്ദമാണെന്നും V മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ഈ ജനങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, ആ അതിക്രമങ്ങൾ തുടരാൻ ഉദ്യോഗസ്ഥന്മാരുടെ ആ മനോവീര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രസ്താവന, അതോടൊപ്പം ഈ ഏജൻസികൾക്ക് പണം കൊടുത്ത് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പല നടപടികളും ആ ഏജൻസികൾ പിൻവാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരടവ് എന്നുള്ളതിനപ്പുറം ഡൽഹി യാത്ര കൊണ്ട് പ്രധാനമന്ത്രിയെ കണ്ടതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉറപ്പ് കിട്ടിയതായിട്ട് സഭയിൽ റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവന കാണുന്ന ഒരാൾക്കും തോന്നില്ല. പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ്, ശബ്ദമാണ് റെയിൽവേ മന്ത്രിയിലൂടെ സഭയിൽ കേട്ടത്. ജനകീയ പ്രതിഷേധങ്ങളെ മറികടന്ന് ഏകപക്ഷീയമായി പദ്ധതി നടപ്പിലാക്കുന്നത് ജനാധിപത്യ മര്യാദയല്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ പേരിൽ ഒരു പരിപാടി മാറ്റിവെച്ചാൽ അത് ജനാധിപത്യ മര്യാദയെന്ന് എല്ലാവരും അംഗീകരിക്കും. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അതിന് വ്യത്യസ്തമായ സമയമായി എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ശവശരീരത്തിലൂടെയേ നെടുമ്പാശ്ശേരി വിമാനം ഇറങ്ങത്തുള്ളൂ. ആ പറഞ്ഞവരെ പിന്നെ കണ്ടത് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഡയറക്ടർ ബോർഡിലാണ്. അതിനകത്ത് ഏതെങ്കിലും തെറ്റായിട്ടുള്ളവരുണ്ടെങ്കിൽ ഗവൺമെന്റ് നടപടി എടുക്കാമല്ലോ.
അവരെ പോയിന്റ് ഔട്ട് ചെയ്യാമല്ലോ. അത് സാധിക്കുന്നില്ല. എനിക്ക് തീർത്തു പറയാൻ സാധിക്കും, ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല, കേരളത്തിന്റെ ആരോഗ്യസ്ഥിതിക്ക് ചേർന്നതല്ല. പദ്ധതിക്കെതിരെ സമരം നടത്തുന്നത് നാട്ടുകാരാണെന്നും രാഷ്ട്രീയ സമരമല്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഇനിയൊരു ഇടവേളയാണ്. തിരുവനന്തപുരം നഗരം ഇനി ബസ്സിന് മുകളിൽ ഇരുന്ന് കാണാം. ഡബിൾ ഡെക്കർ ബസ്സുകൾ രൂപമാറ്റം വരുത്തി ഓപ്പൺ ടോപ്പ് ബസ്സുകളാക്കി സർവീസ് നടത്താൻ ഒരുങ്ങുകയാണ് KSRTC. നൈറ്റ് റൈഡേഴ്സ് എന്ന പേര് നൽകിയിരിക്കുന്ന സർവീസുകൾക്കായി മേൽക്കൂര മാറ്റിയ ബസ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. പരീക്ഷണങ്ങളുടെ വിളനിലമാണ് ഇന്ന് KSRTC. അത്തരത്തിലൊരു പരീക്ഷണത്തിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത്. അതും KSRTCയിൽ പ്രതീക്ഷ നൽകുന്ന ഒരു പരീക്ഷണ കാഴ്ച. KSRTCയുടെ ഈ മുൻഭാഗം കണ്ടാൽ എല്ലാവർക്കും സുപരിചിതമാണ്. ഇത് ഡബിൾ ഡെക്കർ ബസിന്റെ മുൻഭാഗമാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഡബിൾ ഡെക്കർ ബസ്സിന് മേൽക്കൂരയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നല്ലേ, മേൽക്കൂരകൾ പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് KSRTC ഡബിൾ ഡെക്കറിൽ നിന്ന്. കാരണം ഇതൊരു പുതിയ പരീക്ഷണ വസ്തുവാക്കി മാറ്റുകയാണ്. നൈറ്റ് റൈഡർ എന്ന പേരിൽ സിറ്റി കേന്ദ്രീകരിച്ച് രാത്രി യാത്രയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബസ്സായി ഇത് വരും ദിവസങ്ങളിൽ രൂപാന്തരപ്പെടും. ഉടൻ തന്നെ ഇത് റോഡുകളിൽ ഇറങ്ങുകയും ചെയ്യും. പ്രത്യേകിച്ച് രാത്രി യാത്രക്കാരെ അല്ലെങ്കിൽ രാത്രി വിനോദസഞ്ചാരികളെ മാത്രം ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു നിർമ്മാണം അല്ലെങ്കിൽ ഇത്തരമൊരു പരീക്ഷണം KSRTC ചെയ്യുന്നത്. സാധാരണ KSRTC ഡബിൾ ഡെക്കറിൽ കയറുന്നത് പോലെ തന്നെ ഇതുവഴി കയറുമ്പോൾ 2 സ്റ്റെപ്പ് ഉണ്ടാകും. മുകളിലേക്ക് ഒരു സ്റ്റെപ്പ്, താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ടുള്ള ഈ ഭാഗത്തേക്ക് ഒരു സ്റ്റെപ്പ്. എന്തായാലും ഈ ഭാഗത്തും ഇരുന്ന് യാത്ര ചെയ്യാനാകും. മുകളിൽ ബാൽക്കണിയിൽ ഇരുന്നും യാത്ര ചെയ്യാനാകും. ബാൽക്കണി എന്ന് പറയുന്നത് കാരണം മുകൾ ഭാഗം പൂർണ്ണമായി മാറ്റുകയാണ്. അതിന് മേൽക്കൂരയില്ല, ബാൽക്കണിയിൽ മാത്രമായി ഇരുന്ന് യാത്ര ചെയ്യാനാകും. ഇവിടെയും ചില മാറ്റങ്ങൾ KSRTC നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാന ഒരുപക്ഷെ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യവും അതിന്റെ ബാൽക്കണി തന്നെയാണ്. ഇനി ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് ബാൽക്കണിയിലെ കാഴ്ചകൾ. ബാൽക്കണിയിൽ ജനറൽ ബസ്സുകളിൽ ഉണ്ടായിരുന്ന സീറ്റുകളാണ് ഇവിടെ ബാൽക്കണിയിൽ കൃത്യമായി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് നൈറ്റ് റൈഡിംഗ്, അതായത് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കോവളത്തേക്ക്, വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്തിലേക്ക് സന്ധ്യ മുതൽ, അതായത് വൈകിട്ട് 6 മണിക്ക് ശേഷം ട്രിപ്പുകൾ ആരംഭിക്കും. കുറച്ച് സമയം അവിടെ എത്തിച്ച ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷം, അതായത് കൊണ്ടുപോയി യാത്രക്കാർക്ക് വേണമെങ്കിൽ കോവളത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങി വരുന്നവരെ സൗകര്യമൊരുക്കും. അതിനുശേഷം തിരിച്ചു വരും. ഈ രീതിയിലാണ് നൈറ്റ് റൈഡർ സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ കാഴ്ചകൾ, ഇത്തരത്തിൽ രാത്രികാല കാഴ്ചകൾ കണ്ട് നഗരം ചുറ്റി വരാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് എന്തായാലും KSRTC മനോഹരമായ ഒരു പരീക്ഷണ വസ്തു അല്ലെങ്കിൽ ഒരു പുതിയൊരു ബസ് തന്നെയാണ് മുന്നോട്ടിറക്കുന്നത്. എന്തായാലും യാത്രക്കാർക്ക്, തിരുവനന്തപുരം ഇഷ്ടപ്പെടുന്ന യാത്രക്കാർക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും. ആ രീതിയിൽ തന്നെയാണ് KSRTC പുതിയ രൂപമാറ്റം ഈ ഡബിൾ ഡെക്കറിന് വരുത്തിയിരിക്കുന്നത്. KSRTC ഡബിൾ ഡെക്കറുകൾ ഇങ്ങനെ രൂപം മാറുകയാണ്. ഇനി ഈ സീറ്റുകളിലിരുന്ന് രാത്രി കാഴ്ചകൾ കണ്ട് നഗരം ചുറ്റാനാകും. ഒപ്പം ആകാശത്തിലെ നക്ഷത്രങ്ങളെയും കാണാനാകും. ക്യാമറാമാൻ C വിനോദിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ ഗതാഗത മന്ത്രി ആന്റണി രാജു മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. ബസ് ഓപ്പറേറ്റർമാർ ഇപ്പോൾ ഇന്ന് തുടങ്ങിയ ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകുന്നില്ല. പറഞ്ഞു പറ്റിക്കും
അല്ല, ഈ കാര്യത്തിൽ എനിക്കിപ്പോൾ ഈ ബസ് ഉടമ സംഘടനയിലെ ചില നേതാക്കന്മാരുടെ അതേ ഭാഷയിൽ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് മറുപടി പറയാൻ കഴിയില്ലല്ലോ. ഏതായാലും പിടിവാശി സർക്കാരിന് ഒരു പിടിവാശിയില്ല ഈ കാര്യത്തിൽ. പിടിവാശി സംഘടനയിലെ ചില നേതാക്കന്മാർക്ക് മാത്രമാണ്. അത് അവരുടെ പ്രസ്താവനയിൽ നിന്ന് തന്നെ ആ പിടിവാശി വ്യക്തമാണ്. നിരക്ക് കൂട്ടിയെന്ന പ്രഖ്യാപനം വരാതെ സമരം പിൻവലിക്കില്ല എന്ന് പറഞ്ഞ ഭാഷ ബസ്സുടമ സംഘടനകളുടെ ചില നേതാക്കന്മാരാണ്. അപ്പോൾ മനസ്സിലായല്ലോ, അതല്ലേ പിടിവാശി. അതായത് നിരക്ക് പ്രഖ്യാപനം വരാതെ അവർ സമരം പിൻവലിക്കില്ല എന്നുള്ള പിടിവാശിയിലാണ് ബസ്സുടമ നേതാക്കന്മാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വാക്ക് പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ബസ്സുടമകൾ ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ചർച്ചകൾ നടത്തി, ഫെയർ റിവിഷൻ കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് വാങ്ങി, അവരുമായി നിരന്തരമായി ചർച്ചകൾ നടത്തി, പൊതുജനാഭിപ്രായം തേടി, വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി. അതിനുശേഷം ഇപ്പം 30-ാം തീയതി LDF യോഗം ചേർന്ന് ഈ കാര്യം ചർച്ച ചെയ്ത് ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ സമരം ചെയ്യുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം മറ്റു ചിലതാണ്. അത് ചില സംഘടനാ നേതാക്കന്മാരുടെ സ്ഥാപിത താല്പര്യമാണ് ഇതിൻ്റെ പിന്നിൽ. അതായത് തങ്ങൾ സമരം ചെയ്തിട്ടാണ് ഇത് ഫെയർ റിവിഷൻ ഉണ്ടായത് എന്ന് ബസ്സുടമകളെ ബോധ്യപ്പെടുത്താനുള്ള സ്ഥാപിത താല്പര്യമാണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഓട്ടോ ടാക്സി സംഘടനകൾ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെ അവരും ആവശ്യം ഉന്നയിച്ച് നിവേദനം തന്നതാണല്ലോ. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഫെയർ റിവിഷൻ കമ്മിറ്റിയെ വെച്ചു, അവരുടെ റിപ്പോർട്ട് കിട്ടി. അവരും എന്തുകൊണ്ട് അവരെ സമരത്തിന് പോകാത്തത്? അവർ ഗവൺമെൻറ് വാക്ക് വിശ്വസിച്ചു. അപ്പോൾ ഇവർക്ക് മാത്രമായൊരു ഫെയർ റിവിഷൻ ഉണ്ടാവില്ലല്ലോ. ഫെയർ റിവിഷൻ ഉണ്ടായാൽ ഓട്ടോ ടാക്സി ബസ്സുകൾക്കെല്ലാം ഒരുമിച്ചാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവരെന്തുകൊണ്ട് സമരത്തിന് പോയില്ല? അപ്പോൾ പിടിവാശി ആർക്കാ? അങ്ങനെയാണെങ്കിൽ അവരും കൂടെ സമരത്തിലേക്ക് പോകേണ്ടതല്ലേ? ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാരുടെ സംഘടനകൾ സമരത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് അവർക്ക് കാര്യം ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും പ്രൈവറ്റ് ബസ്സുകൾ കൂടുതലായി ഓടിക്കൊണ്ടിരിക്കുകയില്ലേ? ആദ്യ ദിവസം 96 ആണെങ്കിൽ ഇന്നലെ അത് 150-ലേക്ക് പോയി, ഇന്ന് അതിനേക്കാളും കൂടുതൽ ഓടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പിടിവാശി ഉപേക്ഷിച്ച് സമരം പിൻവലിക്കാൻ സംഘടനാ നേതാക്കന്മാർ തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇത് ഗവൺമെൻറ്റാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഈ സമരം ഇപ്പോൾ ആർക്കെതിരെയാണ്? ഗവൺമെൻറ്റിനെതിരെ അല്ലല്ലോ. ഇപ്പോൾ പാവപ്പെട്ട പൊതുജനങ്ങൾക്കെതിരെയും വിദ്യാർത്ഥികൾക്കെതിരെയല്ലേ ഈ സമരം നടത്തുന്നത്? എന്തിനാണ് വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നത്? ഒരു സമരത്തിൻ്റെ രീതി ഘട്ടം ഘട്ടമായി ഒരു സമരത്തിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് എടുത്തു ചാടി അവസാനത്തെ സമരായുധമാണ് ആദ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ 30-ാം തീയതിയുള്ള LDFൽ ഈ കാര്യത്തിൽ ചർച്ച ചെയ്യുമെന്ന് ഉറപ്പ് വന്നതിന് ശേഷം ഏറ്റവും അവസാനത്തെ സമരായുധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ സമരത്തിൽ തടിയൂരാൻ കഴിയാതെ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ തുറന്ന മനസ്സാണ്. ഈ കാര്യത്തിൽ ചാർജ് വർധനവ് അനിവാര്യമാണെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് എങ്ങനെ നടപ്പിലാക്കണം, എന്ന് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് 30-ാം തീയതി LDF ചർച്ച ചെയ്യും. അല്ല, ഇക്കാര്യത്തിലൊരു നടപടിയെടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടില്ല. കാരണം ഏതായാലും 28, 29 പൊതു പണിമുടക്കാണ്. പിന്നെ നാളെ ഞായറാഴ്ചയാണ്. അത് കഴിഞ്ഞാൽ 30-ാം തീയതി LDF ആണ്. LDF യോഗം കഴിഞ്ഞാൽ തീരുമാനം ഉണ്ടാകും. തീരുമാനം കൈക്കൊള്ളും. LDFിൻ്റെ തീരുമാനം കൈക്കൊള്ളുന്നതനുസരിച്ച് എന്നാണ് ഫെയർ റിവിഷൻ വേണ്ടത്, എങ്ങനെ വേണമെന്നത് തീരുമാനം എടുക്കും. അപ്പോൾ പിന്നെ ഈ കാര്യത്തിൽ നടപടിയുടെ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള സമയമായില്ലല്ലോ. അല്ല, അത് 30-ാം തീയതിയുള്ള LDFിലാണല്ലോ ഈ കാര്യം ചർച്ച ചെയ്യേണ്ടത്. ഞാൻ മാത്രം എടുക്കേണ്ട തീരുമാനമല്ലല്ലോ. 30-ാം തീയതിയുള്ള LDF തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെതായ സമയമെടുക്കും. ഗതാഗത മന്ത്രി ആന്റണി രാജു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്. സമരം തുടരുമെന്ന ബസ് ഉടമകളുടെ
തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം വ്യക്തത വരുത്തുന്നത്. ചില ബസ് ഉടമകളുടെ പിടിവാശിയാണ് ഈ സമരത്തിന് കാരണം എന്നാണ്. 30-ാം തീയതി LDF യോഗം ചേരുന്നുണ്ട്. ഇതിനുശേഷം വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ സമരം തുടരുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ നേരത്തെ അറിയിച്ചിരുന്നു. ഗതാഗത മന്ത്രിയുടെ പിടിവാശിയാണ് സമരത്തിന് കാരണം എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. മന്ത്രി നൽകിയ ഉറപ്പുകൾ പാലിച്ചിട്ടില്ല. ബജറ്റിലും നിരവധി ഇളവുകൾ പ്രതീക്ഷിച്ചുവെങ്കിലും ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരത്തിന് ഇറങ്ങിയത്. സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും ബസ് ചാർജ് ഉടൻ വർദ്ധിപ്പിക്കണമെന്നും കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ നിമിഷം വരെ ഒരു ചർച്ച. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.